നമ്മുടെ ലാസ്റ്റ് വീഡിയോയില് മനഃപൂർവ്വമല്ലാത്ത തെറ്റോ തട്ടിപ്പോ സംഭവിച്ചാൽ എത്രത്തോളം വലിയ ഫൈന് GSTക്ക് കൊടുക്കണമെന്ന് ഡിസ്കസ് ചെയ്ത സമയത്ത് പല ആളുകളുടെയും സ്വാഭാവികമായിട്ടുള്ള സംശയമായിരുന്നു ഇനി മനഃപൂർവ്വമാണെങ്കിലോ എന്നുള്ളത്. മനഃപൂർവ്വമായിട്ടുള്ള തട്ടിപ്പ് കാരണം നിങ്ങൾ കൃത്യമായിട്ടുള്ള ടാക്സ് അടക്കാതിരിക്കുകയോ ടാക്സ് കുറച്ചടക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ തെറ്റായിട്ട് റീഫണ്ട് എടുക്കുകയോ ഒക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ അപ്ലിക്കബിൾ ആവുന്ന സെക്ഷനാണ് CGST ആക്ടിന്റെ സെക്ഷൻ 74 എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് 73 ആയിരുന്നു. ഈ ഒരു ആക്ട് പ്രകാരം എത്രയാണ് പെനാൽറ്റി എന്ന് പോലും പരിധി നിശ്ചയിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഫൈന് കൊടുക്കേണ്ട എന്നല്ല, എത്ര രൂപ പെനാൽറ്റി വാങ്ങിക്കാം എന്നുള്ളത് അസസിംഗ് അതോറിറ്റിക്ക് അഥവാ ഓഫീസർമാർക്ക് തീരുമാനിക്കാൻ വേണ്ടി സാധിക്കും. സോ 100% ഒക്കെ ഫൈന് കൊടുക്കേണ്ട, പെനാൽറ്റി കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. അപ്പൊ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രാക്ടീഷണർ ആണെങ്കിലും കൃത്യമായിട്ട് തെറ്റുകളില്ലാതെയാണ് ഫയലിംഗ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പ്